ഹലോ. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും അതുപോലെ തന്നെ 8 നോമ്പിൻ്റെ പെരുന്നാളുകളൊക്കെ നാഗപ്പുഴ പള്ളിയിൽ നടക്കുന്നതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ യാത്ര നാഗപ്പുഴ പള്ളിയിലേക്കാവാമെന്ന്. എല്ലാ വർഷവും ഞങ്ങൾ നാഗപ്പുഴ പള്ളിയിൽ ഒരു ദിവസമെങ്കിലും പോകാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം പോയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് അങ്ങോട്ടേക്കാക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി കേട്ടോ. ചെന്ന ഉടനെ തന്നെ ഒരിടത്തും ഇറങ്ങിയിരിക്കാത്ത കയറും ഇറങ്ങി ഓടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ അവൾ പോയി പിടിച്ചത് കുറേ മുത്തുക്കുടയിലാണ്. അവിടെ മുത്തുക്കുട ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അപ്പം അതിലെല്ലാത്തിലും ഒന്ന് തട്ടി നോക്കുന്നുണ്ട് കയറു. എന്നിട്ട് അവിടുന്ന് പോകുന്ന അവളൊരു ആനയായിട്ട് കുറേ ഗുസ്തി പിടിക്കുന്നുണ്ടായിരുന്നു. നാഗപ്പുഴ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് കയറി പോകുന്ന വഴിക്ക് കുറേ ആനേനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കയറും ആ ആനയൊക്കെ ആയിട്ട് ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളൊരു ചേട്ടൻ ആ വഴിക്കൂടെ കുറേ ബലൂണുമായിട്ട് പോണ കണ്ടത്. അത് അവൾ ദൂരെ നിന്നേ കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടുന്നേ അവൾ നോക്കി വെച്ച് കറക്റ്റ് ആ ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ നിന്നൊരു ബലൂണും മേടിച്ചു. ബലൂണൊക്കെ കൈ കെട്ടി കൊടുത്തു കേട്ടോ. അതും തട്ടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ബലൂണൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം കയറിനും കുഞ്ഞിറക്കിനും സന്തോഷമായി. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളിച്ച് തട്ടി പള്ളിമുറ്റത്തോടെ നടന്ന് കുറേ നേരം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയി പാച്ചോറ് നിറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പം അവൾ തന്നെ അത് ഊരി വിട്ട് കണ്ടോ. അതങ്ങ് പറന്ന് ആകാശത്തെത്തി. അപ്പം എന്തിനടി പറത്തി വിട്ടേന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് അത് സാരില്ല പോട്ടെ എന്നാണ് കേട്ടോ. സ്പൈഡർമാനെ പറത്തി വിട്ടതിൻ്റെ സന്തോഷത്തിലാണെന്ന് അറിയത്തില്ല. പിന്നീട് ഒരു സാധനം മേടിച്ചായിരുന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അത് തന്നെ ഭാഗ്യം. അപ്പം രണ്ട് പിള്ളേരെയും കൊണ്ട് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുർബാന കാണാനൊന്നും സമയമില്ല. ഇതുങ്ങൾ ഇതിലൂടെ ഓട്ടമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ കുർബാന കണ്ടു നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പയ്യെ ഇറങ്ങി. ഏത് പെരുന്നാളിന് പോയാലും നമ്മളൊരു ഐസ്ക്രീം തിന്നാതെ പോരുകയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളൊരു ഐസ്ക്രീമും കഴിച്ച് അവിടുന്ന് പയ്യെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.